എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഒക്കെ മാറിക്കിട്ടും എന്ന് ചിന്തിക്കുന്ന അവസരങ്ങളിലും നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രീമി ടെക്സ്ചറിലും നല്ലൊരു കാപ്പി തന്നെ തയ്യാറാക്കി കൊടുത്താലോ. ആർക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു കാപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ ഈ ഒരു കാപ്പിക്ക് എന്ന ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ രുചികരമാണ്, ആർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്രീമി ടെക്സ്ചറിലുള്ള നല്ലൊരു പാൽ കാപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അങ്ങനെ ക്രീമി ടെക്സ്ചറിലുള്ള പാൽ കാപ്പി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു കാപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്ന സീക്രട്ടാണ് ഏലക്ക. ഒരു 3-4 ഏലക്ക കൂടി ചേർത്തിട്ട് പാല് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കാം. പാല് തിളപ്പിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ബ്രൂവിന്റെ സാഷെ പാക്കറ്റാണ്. ഞാനിപ്പോ ഇതുപോലുള്ള സാമ്പിൾ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം കൂടുതൽ അളവുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോ ഒരു 4 ഗ്ലാസ് കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് എടുക്കുന്നത്. തരിപ്പോലും വെള്ളമയം ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 പാക്കറ്റ് സാഷെ പാക്കറ്റ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് 2 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കറക്കി എടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മിക്സി പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം ഹൈ സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കാം. 2 മിനിറ്റ് നേരം ഹൈ സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സിയുടെ ലൈൻ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിന്റെ മൂടി കൂടെ ഒന്ന് തുറന്ന് നോക്കാം. മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള കോഫി ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത്. നല്ല ക്രീമി ടെക്സ്ചറിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കോഫി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു കപ്പിലേക്ക് നമുക്ക് ആവശ്യമായ കോഫി ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് നിറയെ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഫി ഇവിടെ റെഡിയാണ്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി നിറച്ചു വെച്ച കപ്പിലേക്ക് കുറച്ച് സ്പൂണിൽ കോരിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ക്രീമി കോഫി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുക്കണേ. അവർക്ക് ഈ ഒരു ടേസ്റ്റ് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും ഈ ഒരു കോഫി തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മളിന്ന് തയ്യാറാക്കിയ ഈ ഒരു കോഫി ക്രീം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാപ്പി തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും കൂടി എത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.